Hello, welcome to AnoobTube. അപ്പോൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹോം ലോൺ പ്രീപേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു 24 to 25 അല്ലെങ്കിൽ 30 ഏജിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ മേ ബി ഒരു ഹോം ലോൺ എടുക്കാം. അപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. നമ്മൾ ഒരു ഹോം ലോൺ എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മളത് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരിക്കും ആലോചിക്കുക? നമ്മൾ എങ്ങനെയാലും ഒരു ഹോം ലോൺ എടുക്കണം, ഓക്കെ, എന്നിട്ട് ഒരു വീട് വെക്കണം എന്ന രീതിയിലായിരിക്കും പോവുക. നമ്മളൊരു ഹോം ലോൺ എടുത്തതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോൺ എങ്ങനെ പെട്ടെന്ന് അടച്ചു തീർക്കാമെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഞാനും മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഹോം ലോൺ അടച്ചു തീർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള EMI ആയിരിക്കില്ല പിന്നെ നമ്മുടെ വരും വർഷങ്ങളിൽ ഉണ്ടാവുക. അതായത് നമ്മുടെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള, അതായത് റിപ്പോ റേറ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമുക്ക് ഓൾറെഡി ഹോം ലോണിന് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ RBIയുടെ റിപ്പോ റേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഹോം ലോണിൻ്റെ പേഴ്സൻറ്റേജും ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജും അതിൻ്റെ EMIയും ബാക്കിയുള്ള കാര്യങ്ങളും ടെന്യൂറും ബാക്കിയുള്ളതൊക്കെ മാറാം നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അതിനെ ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു ഹോം ലോൺ നമുക്ക് കറക്റ്റ് കാലയളവിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനേക്കാളും മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോം ലോൺ എങ്ങനെ അടച്ചു തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഈ കാൽക്കുലേറ്റർ ഓൾറെഡി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടി ഇതൊരു പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു പ്രോഗ്രാമിംഗ് വീഡിയോ അല്ല. നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എങ്ങനെയാണ് ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ കുറേ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന എവിടെയായിരിക്കും? യൂട്യൂബിലായിരിക്കും അല്ലേ? ഹൗ ടു ക്ലോസ് ഹോം ലോൺ ഏർലി അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ അതിലൊക്കെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ മന്ത്ലി കൂട്ടി അടയ്ക്കുക. ഓക്കെ, അതായത് 2500 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപ, ഒരു 1500 രൂപ, 1000 രൂപ, എത്രയാണോ നിങ്ങളുടെ EMI വരുന്നത് അതിൻ്റെ ഒരു 5% അല്ലെങ്കിൽ 10% നമ്മൾ കൂട്ടി അടയ്ക്കുക എന്നാണ് എല്ലാവരും പറയാറ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഇത്ര പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര ഇയറിൻ്റെ ഉള്ളിൽ അത് തീരും. അതായത് 20 വർഷത്തിൻ്റെ ലോൺ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 15 വർഷത്തിൻ്റെ ഉള്ളിൽ തീരും, അല്ലെങ്കിൽ 12 വർഷത്തിൻ്റെ ഉള്ളിൽ തീരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയാറുണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് എങ്ങനെയാണ് നമുക്ക് റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക? ഓക്കെ, നമ്മൾ ജസ്റ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹോം ലോൺ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഹോം ലോൺ പ്രീപേയ്മെൻറ്റ് കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് സിമ്പിളി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂസ് കൊടുത്താൽ മതി. ഹോം ലോൺ പ്രീപേയ്മെൻറ്റ് കാൽക്കുലേറ്ററിൻ്റെ ജസ്റ്റ് ഒരു ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ഒരു റാൻഡം വാല്യൂസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ലോൺ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ കറൻ്റ്ലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എത്ര വെച്ചാൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾ എന്നാണോ ലോൺ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് മുതൽ എന്ന രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അതിൻ്റെ ടെന്യൂർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് എത്ര വർഷത്തേക്കാണ്? അത് മന്തിലാണ് കൊടുക്കേണ്ടത്, ഇയറിലല്ല കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന മന്ത്ലി പേയ്മെൻറ്റ് എത്രയാണെന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളി ഞാനൊരു 10 lakhൻ്റെ ലോൺ എമൗണ്ട് എടുത്തിരിക്കുന്നത് 9% ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള 1-ാം തീയതി, അതായത് ഒക്ടോബർ 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു 360 ദിവസം, അതായത് മാക്സിമം നമുക്ക് കിട്ടാൻ പറ്റുന്നത് 30 വർഷത്തേക്കാണ്. അപ്പോൾ 360 മന്ത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ കറൻ്റ്ലി മന്ത്ലി പേയ്മെൻറ്റ് ഞാൻ ഒരു 20,000 കൊടുത്തു. അതിനുശേഷം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മന്ത്ലി കറൻ്റ്ലി നമ്മുടെ EMI എത്ര വരുന്നത്? 8000 രൂപയാണെന്ന് വരും. ഓക്കെ, 8000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ആ സെയിം EMI ആയിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതേ EMI കൊടുക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 360 മാസത്തിൽ നമുക്ക് തീരുന്ന രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, 361 മാസം. ഓക്കെ, അത് കാൽക്കുലേഷനിൽ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തീരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ ഇതിന് ഓൾറെഡി യൂട്യൂബിലുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മളവർ പറയാറുണ്ട് ഒരു 10% അല്ലെങ്കിൽ 5% നമ്മൾ കൂട്ടി അടയ്ക്കുകയാണെങ്കിൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപയായിരിക്കും കൂട്ടി അടയ്ക്കുന്നുണ്ടാവുക? 8-ന്റെ 10% പറയുന്നത് ഒരു 800 രൂപ. ഓക്കെ, കൂട്ടി അടയ്ക്കുകയാണെങ്കിൽ എല്ലാ മാസവും. അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്ട്രാ മന്ത്ലി പേയ്മെൻറ്റിൽ നമുക്ക് 800 രൂപ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 വർഷം എന്നുള്ളത് ഏകദേശം
21 വർഷത്തിലോട്ട് കുറയുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എത്ര മാസത്തിൽ തരും നമ്മളിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതൊരു 1000 രൂപയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വ്യത്യാസം വരിക നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 19 വർഷമാവും. ഓക്കെ, ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു മന്ത്ലി പേയ്മെൻ്റ് ഉള്ള ഒരു ജോലിയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ എല്ലാ വർഷവും അവർക്ക് ചെറുതായിട്ട് രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സാലറി കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു 1000 രൂപയുടെ കൂട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ വർഷവും 1000 രൂപ കൂട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കറൻലി അടയ്ക്കുന്നതിനേക്കാളും ഒരു 1000 രൂപയുടെ കൂട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അപ്രോക്സിമേറ്റ്ലി 9 വർഷത്തിൻ്റെ ഉള്ളിൽ തീരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 9 വർഷത്തിൻ്റെ ഉള്ളിൽ തീരും. അപ്പോൾ നമുക്കിവിടെ ഇത് കാണിക്കുന്ന 112 വർഷം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ അടയ്ക്കുന്ന പൈസ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അടയ്ക്കുന്ന എന്തായിരിക്കും, 8047 1000 രൂപയുടെയും കൂട്ടി കഴിഞ്ഞാൽ 9047 രൂപയാണ് നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ഇയർലി എക്സ്ട്രാ പേയ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷം ജനുവരിയിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ വർഷം ജനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യും, 1000 രൂപ കൂട്ടി അടയ്ക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 9000 രൂപ ഉള്ളത് 10000 രൂപയായി. ഇങ്ങനെ എല്ലായിടത്തും ഓരോ വർഷം അടുത്ത വർഷം വരെ എന്തായിരിക്കും 10000 ആയിരിക്കും. പിന്നെ അടുത്ത ജനുവരിയിൽ എത്തുമ്പോൾ 11000 രൂപ നമ്മൾ കൂട്ടി അടയ്ക്കും. ഓക്കെ, 1000 രൂപയല്ലോ കൂട്ടിയത്, 11000 രൂപയും അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 1000 രൂപ കൂട്ടി അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 9 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോൺ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് നമ്മളിതിപ്പോൾ പൈസ കൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു 10 നമ്മൾ റഫ് ഫിഗർ പറയുന്നതിന് പകരം നമുക്ക് ഏകദേശം ഒരു 9 years 4 months പറയുന്നത് ചിലപ്പോൾ ഒരു 9 years 5 months ആയിരിക്കാം മേ ബി. അത് ചിലപ്പോൾ ബാങ്കിൻ്റെ കാൽക്കുലേഷനും ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് വരാം. എന്നിരുന്നാലും നമ്മളിത് ഡെയിലി ഇൻട്രസ്റ്റ് റേറ്റിലുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഡെയിലി ഡിമിനിഷിംഗ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്ലാറ്റ് റേറ്റിലല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൂടെ അറിയാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റ് 9 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ 9.5 ആണെങ്കിൽ നമ്മൾ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പോൾ 5 എടുത്ത് നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായുള്ള ആക്ച്വൽ ആയിട്ടുള്ള ഡേറ്റ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങളുടെ കാൽക്കുലേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡീഷണലി നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു അഡീഷണലി പൈസ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല വിചാരിക്കുക, അഡീഷണലി എക്സ്ട്രാ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാ മാസവും എല്ലാ ജനുവരിയിലും നിങ്ങൾക്കൊരു ബോണസ് കിട്ടുന്നുണ്ട് വിചാരിക്കുക. അതൊരു 50000 രൂപ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിലോട്ട് അടയ്ക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 50000 രൂപ ഒരു എക്സ്ട്രാ ലംസമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ലംസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കൊടുക്കുന്നതിന് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്ക് 50000 രൂപ കൂട്ടി അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30 വർഷത്തുള്ള ലോൺ നിങ്ങൾക്ക് 10 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50000 ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര വ്യത്യാസം വരുന്ന കാണിച്ചു തരാം. ഓക്കെ, 24 വർഷം കൊണ്ട് തരും. 30 വർഷം എന്നുള്ളത് 24 വർഷം കൊണ്ട്, അതായത് 6 വർഷത്തിൻ്റെ വ്യത്യാസം നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു ഹോം ലോൺ പ്രീ പേയ്മെൻറ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാനിത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി ജസ്റ്റ് ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്നൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, നിങ്ങളുടേതായുള്ള രീതിയിലുള്ള കമൻസൊക്കെ നിങ്ങൾക്ക് വേണ്ട കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഔട്ട് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഒരു പ്രോഗ്രാമറാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് എനിക്ക് പുൾ റിക്വസ്റ്റ് തരാം. ഓക്കെ, ഗിറ്റിൽ പുൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഹോം ലോൺ പ്രീ പേയ്മെൻറ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ബൈ.